ഇത് എന്തിനുള്ള പുറപ്പാടാണ്? റഷ്യ ഉക്രൈൻ യുദ്ധം 24 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപ് അത് മറന്നുപോയോ? താരിഫ് വർധനവും പനാമ തിരിച്ചുപിടിക്കലും ലോകാരോഗ്യ സംഘടനയിൽ നിന്നും അതുപോലെ പാരീസ് ഉടമ്പടിയിൽ നിന്നും ഒക്കെ പിന്മാറി വാക്ക് പാലിച്ച ട്രംപ് എന്താണ് സൗകര്യപൂർവ്വം യുദ്ധത്തെ അങ്ങോട്ട് മറന്നു കളഞ്ഞത്? പുതിനെ പേടിച്ചിട്ടാണോ ഇങ്ങനെ ഒരു നടപടി? സ്ഥാനാരോഹണത്തിന് ശേഷം അമേരിക്കയെ ലോകത്തിന്റെ കേന്ദ്രമാക്കാനുള്ള അമേരിക്ക ഫസ്റ്റ് എന്ന ആപ്തവാക്യവുമായി ട്രംപ് വരുമ്പോൾ ആഗോള രാഷ്ട്രീയ സാഹചര്യം കൂടി മാറി മറിയുകയാണ്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. മറ്റൊരാൾക്കും അവകാശപ്പെടാനാകാത്ത മഹാവിജയം സ്വന്തമാക്കി യുഎസിന്റെ 47ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ഇലക്ടറൽ കോളേജിന് പുറമെ കൂടുതൽ പോപ്പുലർ വോട്ടുകളും സെനറ്റും നേടിയാണ് ഇത്തവണ അദ്ദേഹം അധികാരത്തിലെത്തുന്നത്. സെനറ്റിലും ജനപ്രതിനിധി സഭയിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സമഗ്രാധിപത്യമാണ് സൃഷ്ടിച്ചത്. 2016 ശേഷം 2024 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നതോടെ തുടർച്ചയായി അല്ലാതെ 2 തവണ പ്രസിഡന്റാകുന്ന രണ്ടാമനായി ട്രംപ് മാറുകയാണ്. 1885 മുതൽ 1889 വരെയും 1893 മുതൽ 97 വരെയും അധികാരത്തിലിരുന്ന ഗ്രോവൻ ക്ലീവ്ലാൻഡ് ആയിരുന്നു മുൻപ് ഈ റെക്കോർഡിന്റെ ഉടമ. 2016 ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തിയാണ് റിപ്പബ്ലിക്കനായ ട്രംപ് അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റായി മാറുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ 70 വയസ്സുള്ളപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റുമാരിൽ ഒരാളാണ് അദ്ദേഹവും. മേക്ക് അമേരിക്ക ഗ്രേറ്റ് ക്യാമ്പയിന്റെ ഭാഗമായി സാമ്പത്തിക പരിഷ്കരണം, നികുതി ലളിതമാക്കൽ, കോർപ്പറേറ്റീവ് നികുതി നിരക്ക് കുറയ്ക്കൽ എന്നിവയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയതിനു പുറമെ ഊർജ്ജ വിനിമയത്തിലും നവീകരണം കൊണ്ടുവന്നു. COVID-19 പകർച്ചവ്യാധിയുടെ സമയത്ത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ദേശീയ സമാഹരണവും ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ആശ്വാസ പാക്കേജാണ് ട്രംപ് ഭരണകൂടം അന്ന് നടപ്പിലാക്കിയത്. റെക്കോർഡ് സമയത്തിനുള്ളിൽ വാക്സിൻ നൽകാനും വൈറസിനെ പരാജയപ്പെടുത്താനും ഓപ്പറേഷൻ വാർപ്പ് സ്പീഡിനും തുടക്കം കുറിച്ചത് ട്രംപ് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിനു പിന്നാലെ കടുത്ത ഉത്തരവുകളുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറിയ ട്രംപ് വീണ്ടും അമേരിക്കൻ ഫസ്റ്റ് എന്ന മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്. ആദ്യ പ്രസംഗത്തിൽ തന്നെ അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാൻ അമേരിക്കൻ മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ട്രംപ് പനാമ കനാലിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കണമെന്ന് ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയാണ് അധികാരത്തിലേറുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം പ്രാബല്യത്തിലായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ബൈഡന്റെ കാലത്ത് LGBTQ വിഭാഗങ്ങളോടുള്ള തുറന്ന സമീപനങ്ങളെ തള്ളിയ ട്രംപ് അമേരിക്കയിൽ ആണും പെണ്ണും എന്നിങ്ങനെ 2 വർഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ക്യൂബയെ ഭീകരരാഷ്ട്ര പദവിയിൽ നിന്ന് പിൻവലിക്കാനുള്ള തീരുമാനം റദ്ദാക്കുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട്. അതേസമയം യുഎസിൽ നിരോധനം ഏർപ്പെടുത്തിയ ടിക്ടോക്കിന് നിയമപരമായി പ്രവർത്തിക്കാൻ ട്രംപ് 75 ദിവസത്തെ സാവകാശവും അനുവദിച്ചു. ടിക്ടോക്ക് ഏറ്റെടുക്കാൻ അമേരിക്കയിൽ നിന്ന് ഉടമസ്ഥനെ കണ്ടെത്താനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ചൈനയുടെ ഉടമസ്ഥതയിൽ നിന്ന് മാറിയാൽ നിരോധനം പിൻവലിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. അമേരിക്കയുടെ സുവർണ കാലഘട്ടം തുടങ്ങിയെന്നാണ് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെയുള്ള പ്രസംഗത്തിൽ ട്രംപ് പറഞ്ഞത്. അമേരിക്കയെ കൂടുതൽ മഹത്തരമാക്കും, നീതിപൂർവമായ ഭരണം നടപ്പിലാക്കും, അമേരിക്കയുടെ വിമോചന ദിനമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബൈഡൻ ഭരണത്തെയും വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലെത്തുന്നത്. യുഎസിന്റെ 47ാമത്തെ പ്രസിഡന്റായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. പ്രസിഡന്റ് പദത്തിൽ ട്രംപിന്റെ 2ാം ഊഴം കൂടിയാണ് ഇത്. ക്യാപിറ്റൽ മന്ദിരത്തിലെ പ്രശസ്തമായ താഴികക്കുടത്തിന് താഴെയൊരുക്കിയ വേദിയിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. വൈസ് പ്രസിഡന്റ് JD വൻസനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നാലെ ട്രംപും ചെയ്തു. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി 10:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. US പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെയും തന്റെ മാതാവിന്റെയും ബൈബിളുകൾ കയ്യിലേന്തിക്കൊണ്ടാണ് ട്രംപ് സത്യവാചകം ചൊല്ലിയത്. ട്രംപിന്റെ ഭാര്യ മെലാനിയ ട്രംപ്, വാൻസിന്റെ ഭാര്യയും ഇന്ത്യൻ വംശജയുമായ ഉഷ വാൻസ് എന്നിവരും വേദിയിലുണ്ടായിരുന്നു. വൈറ്റ് ഹൗസിലെത്തി ജോ ബൈഡന്റെയും ഭാര്യ ജിൽ ബൈഡന്റെയും ആതിഥേയത്തിലുള്ള ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് ട്രംപ് സത്യപ്രതിജ്ഞാ വേദിയിലെത്തുന്നത്. ഇനി ട്രംപിന്റെ നയങ്ങളിലേക്ക് വരാം. അയൽരാജ്യങ്ങളായ കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഫെബ്രുവരി 1 മുതൽ 25% തീരുവ ചുമത്തുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിലാണ് യുഎസിന്റെ 2 പ്രധാന വ്യാപാര പങ്കാളികൾക്കെതിരെ ട്രംപ് ഭീഷണി മുഴക്കുന്നത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. പക്ഷേ ലോകത്തിന് ഈ കാര്യത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ തോന്നുന്നില്ല. കാരണം ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ അത്തരം ഭീഷണികൾ സർവ്വസാധാരണമായിരുന്നു. അമേരിക്കയിലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും തടയുന്നതിൽ കാനഡയും മെക്സിക്കോയും പരാജയപ്പെട്ടുവെന്ന് ട്രംപ് ആരോപിക്കുന്നുണ്ട്. ചൈനയെയും ഇതേ വിഷയത്തിൽ ട്രംപ് പലതവണ പ്രതിക്കൂട്ടിൽ നിർത്തിയതുമാണ്.
അമേരിക്കൻ തൊഴിലാളികളെയും കുടുംബങ്ങളെയും സംരക്ഷിക്കുന്നതിനായി വ്യാപാര വ്യവസ്ഥയിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളെ സമ്പന്നമാക്കാൻ നമ്മുടെ പൗരന്മാർക്ക് നികുതി ചുമത്തുന്നതിന് പകരം നമ്മുടെ പൗരന്മാരെ സമ്പന്നമാക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നികുതി ചുമത്തപ്പെടും. ട്രംപ് പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്: നേരത്തെ അനധികൃത കുടിയേറ്റവും അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്നിന്റെ ഒഴുക്കും തടയാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കനേഡിയൻ മെക്സിക്കൻ ഇറക്കുമതികൾക്ക് താരിഫ് വർധനവ് വരുത്തുമെന്നും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക നികുതി ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുഎസിന്റെ സുവർണകാലം തുടങ്ങിയെന്ന പ്രഖ്യാപനവുമായാണ് 47ാമത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണം ആരംഭിക്കുന്നത്. യുഎസിനെ പൂർണ്ണമായും വീണ്ടെടുക്കാൻ ചരിത്രപരമായ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പിടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. യുഎസിന്റെ ശക്തി എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കും. നമ്മെ കീഴടക്കാനാവില്ല, തകർക്കാനും തോൽപ്പിക്കാനുമാകില്ല, അദ്ദേഹം പറഞ്ഞു. ഈ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന റഷ്യ-ഉക്രൈൻ യുദ്ധമാണ് എന്നതാണ് എല്ലാവരും വിലയിരുത്തുന്നത്. കാരണം പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സമാധാന സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ സുവർണ കാലഘട്ടം ഈ നിമിഷം ആരംഭിച്ചു. ഈ ദിവസം മുതൽ നമ്മുടെ രാഷ്ട്രം ബഹുമാനിക്കപ്പെടും. ഞാൻ എപ്പോഴും അമേരിക്കയാണ് മുന്നിൽ നിർത്തുക. അഭിമാനവും സമൃദ്ധിയും സ്വതന്ത്രവുമായ ഒരു രാജ്യത്തെ സൃഷ്ടിക്കുക എന്നതാണ് പ്രഥമ പരിഗണനയെന്നും ട്രംപ് പറയുന്നുണ്ട്. ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക വീണ്ടും പിന്മാറുകയാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു കഴിഞ്ഞു. പ്രസിഡന്റ് പദവിയിൽ അധികാരമേറ്റതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. കാലാവസ്ഥാ വ്യതിയാനം നേരിടാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ തീരുമാനം. 2035ഓടെ യുഎസിലെ ഹരിതഗൃഹ വാതക പുറന്തള്ളൽ 60% കുറയ്ക്കാനുള്ള പദ്ധതി കഴിഞ്ഞ മാസം ബൈഡൻ സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് ട്രംപ് പിന്നോട്ട് പോയിരിക്കുന്നത്. 2017 മുതൽ 2021 വരെയുള്ള ട്രംപിന്റെ ഭരണകാലത്ത് കാലാവസ്ഥാ വ്യതിയാനം ഒരു തട്ടിപ്പാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അക്കാലയളവിൽ പാരീസ് ഉടമ്പടിയിൽ നിന്ന് യുഎസ് പിന്മാറി നിന്നിരുന്നു. ഫോസിൽ ഇന്ധനങ്ങളെയും ധാതുഖനനവും പ്രോത്സാഹിപ്പിക്കുമെന്നും ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധമാക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞവയാണ്. അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ യുഎസ് ആഗോള നേതൃത്വത്തെ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. അമേരിക്കയ്ക്ക് സുപ്രീമസി നഷ്ടമാകുകയും അതേസമയം ആ സ്ഥാനത്തേക്ക് ചൈനയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും കടന്നുവരുന്നതുമൊക്കെ തടയാനുള്ള ശ്രമങ്ങൾ ട്രംപ് ആരംഭിച്ചു കഴിഞ്ഞുവെന്ന സൂചനകളും നമുക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. വിദേശ നയതന്ത്രം, വ്യാപാരം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയോടുള്ള അദ്ദേഹത്തിന്റെ പാരമ്പര്യേതര സമീപനം സ്ഥാപിതമായ ആഗോള മാനദണ്ഡങ്ങളെയും ഘടനകളെയും വെല്ലുവിളിക്കുന്നതാണ് എന്ന വസ്തുത നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ട്രംപ് വന്നു, ഇനി കളി മാറി തുടങ്ങും. ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന സ്ഥാനാരോഹണമായിരുന്നു ട്രംപിൻ്റേത് എന്നറിയാമല്ലോ. എന്നാൽ ഇതിനിടയിൽ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്നത് ട്രംപിന്റെ പ്രിയപ്പെട്ടവനായ ഇലോൺ മസ്ക് ആണ്. വൈറ്റ് ഹൗസിൽ നടന്ന റാലിയിൽ ഇലോൺ മസ്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ നടത്തിയ ആംഗ്യങ്ങളാണ് വിവാദത്തിൽ അദ്ദേഹത്തെ പെടുത്തിയത്. നാസി സല്യൂട്ടിന്, അതായത് കൈനീട്ടി തുറന്ന കൈപ്പത്തി കാണിക്കുന്നതിന് സമാനമായ ആംഗ്യങ്ങളാണ് ഇലോൺ മസ്ക് വേദിയിൽ കാണിച്ചതെന്നാണ് ഉയരുന്ന വാദം. ഇതോടെ ചിലർ ഇലോൺ മസ്കിനെയും നാസി എന്നും ഫാസിസ്റ്റ് പ്രസ്ഥാനം എന്നെല്ലാം വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇലോൺ മസ്ക് നടത്തിയ പ്രസംഗവും ശ്രദ്ധേയമാണ്. ഇതൊരു സാധാരണ വിജയമായിരുന്നില്ല. മനുഷ്യ നാഗരികതയുടെ പാതയിൽ ഇത് ശരിക്കും പ്രാധാന്യം അർഹിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. നന്ദി എന്നായിരുന്നു ഇലോൺ മസ്ക് കൂട്ടിച്ചേർത്തത്. അതിനുശേഷമാണ് അദ്ദേഹം വലത് കൈ നെഞ്ചിലടിച്ച് വിരലുകൾ വിടർത്തി തന്റെ കൈ മുകളിലേക്ക് ഒരു വശത്തേക്ക് നീട്ടി ട്രംപ് അനുകൂലികളെ അഭിസംബോധന ചെയ്തത്. അതേസമയം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ആന്റി ഡിഫമേഷൻ ലീഗ് ഇലോൺ മസ്കിന്റേത് നാസി സല്യൂട്ട് അല്ലെന്ന് അവകാശപ്പെട്ടതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ ഭരണത്തിൽ ഇലോൺ മസ്കിന്റെ സ്ഥാനം വളരെ വലുതായിരിക്കുമെന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ട്രംപിന്റെ എല്ലാ നീക്കത്തിലും ഒരു മസ്ക് ടച്ച് കൂടി നമുക്കിനി കാണാവുന്നതാണ്. ഇനി അവർ രണ്ടുപേരും കൂടി ചേർന്ന് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുക എന്നതാണ് ലോകത്തിന് അറിയാനുള്ളത്. അതിനിടയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റഷ്യ-ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കൽ തന്നെയാണ്. ട്രംപിന് നിഷ്പ്രയാസം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെ എന്തിനാണ് അദ്ദേഹം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാകുന്നേയില്ല. ഉടനെ തന്നെ ട്രംപും പുടിനും കാണുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.